പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിക്കുക: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെങ്കിൽ എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ലേറിയ അപ്പൊ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നാം സുവിശേഷമായി പലരും സമീപിക്കുമ്പോൾ, സുവിശേഷം നാം പലരോടും പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് എന്ത് കിട്ടും? ലേറിയ അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടും എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പലരും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവവചനം പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിത്യ ശിക്ഷാവിധിയിൽ നിന്നും മോചനം കിട്ടുകയാണ്. പാപത്തിന്റെ ശമ്പളമായിരുന്ന മരണത്തെ നീക്കിക്കളഞ്ഞിട്ട് ദൈവം നിങ്ങൾക്ക് നിത്യജീവനെ നൽകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുന്നത് ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി ആ ദൈവരാജ്യത്തിന്റെ സന്തോഷം നമുക്ക് തരുന്നു. അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്ത് കിട്ടും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ ഹൃദയത്തിൽ എന്ത് ആഗ്രഹിക്കുന്നു അത് കിട്ടുമെന്ന് പറയാനേ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവനെ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാം അധ്യായം അല്ലെങ്കിൽ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പത്രോസ് അവരോട് നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, ഇവിടെ പറയുന്നു നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്ത് കിട്ടുമെന്ന് ചോദിച്ച് നീ ദൈവത്തിലേക്ക് വരണ്ട. നീ ദൈവത്തിലേക്ക് വരുന്നെങ്കിൽ നിനക്ക് നിത്യജീവൻ കിട്ടും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി മാത്രമേ നീ ദൈവത്തിലേക്ക് കടന്നു വരാവുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ 1 യോഹന്നാന്റെ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് അവിടെയും കാണുന്നുണ്ട്. അത് ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ്. ദൈവത്തിന്റെ സാക്ഷ്യം അംഗീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ സ്വന്തം രക്ഷിതാവും പിതാവുമായി നാം ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആമേൻ വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെന്ന് ഈ ഭാഗത്തും പറയുക. നിത്യജീവൻ ലഭിക്കുവാൻ ഈ ഭൂമിയിലെ മറ്റ് യാതൊരു കർമ്മങ്ങൾ കൊണ്ടോ കർമാചാരങ്ങൾ കൊണ്ടോ കഴിയില്ല. നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ കിട്ടും എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അതേ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നത് കൊണ്ട് നിനക്ക് ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ അവകാശം തന്നു. പാപജടത്തിലും പാപത്തിനും പാപലോകത്തിനും ജീവിച്ച് സാത്താന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് പിശാചെന്ന പിതാവിന്റെ മക്കളായി ജീവിച്ച് നിത്യ നരകാന്തിയിലേക്ക് നരകക്കടലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്നെയും നിങ്ങളും ദൈവം വേർതിരിച്ചിട്ട് എന്ത് ചെയ്തു? ആ ദൈവരാജ്യത്തിന്റെ അനുഭവം വെളിപ്പെടുത്തി തന്ന് നിത്യജീവനെ തന്ന് അവന്റെ സ്നേഹം പകർന്നു തന്ന് ദൈവരാജ്യത്തിന്റെ മകനായി
മകളാക്കി തീർത്തതല്ലേ ദൈവം തന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. പലരും ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പണം കിട്ടും, സമ്പത്ത് കിട്ടും, കാറ് കിട്ടും എന്നൊക്കെയുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അനവധി ശുശ്രൂഷകരുണ്ട്. നിങ്ങൾ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറുമായിട്ട് പോര്, പാസ്ബുക്കുമായിട്ട് പോര്, നിങ്ങൾ വലിയ കൊട്ടയോ ചാക്കോ എന്തൊക്കെ കൊണ്ടൊക്കെ പോരെന്ന് പറയുന്ന അനവധി ആളുകൾ കാണും. പക്ഷെ ഞങ്ങൾ അത് പറയില്ല. കാരണം ഞങ്ങൾക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, നിത്യജീവനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നത്, യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് നിത്യജീവൻ കിട്ടും, യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീ ദൈവത്തിന്റെ മകളായി മാറും, മകനായി മാറും. അത്രമല്ല, നീ സ്വർഗരാജ്യത്തിന്റെ സകല അവകാശികളുമായി മാറും. അപ്പോൾ തന്നെ അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നിനക്ക് നിറയപ്പെടാൻ കഴിയും. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് പാപജീവിതം വിട്ട് ആ ദൈവിക സമാധാനം നിന്റെ ജീവിതത്തിൽ മാത്രമല്ല നിന്റെ കുടുംബത്തിലും നിനക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവരാജ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുക. അവിടെ സ്വർഗരാജ്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രവേശിപ്പാൻ ഹല്ലേലൂയ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. അതെ, ആമേൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഏക വാതിലും ഏക വഴിയും ആമേൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് യോഹന്നാൻ ആമേന്റെ സുവിശേഷം 14:6 പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയില്ല. അങ്ങനെ വിവിധ ചോദ്യങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പാപ ശരീരത്തിൽ ജീവിച്ച് പാപത്തിന് അധീനമായി ജീവിതം നയിച്ച് നിത്യനരകത്തിലേക്ക് നീ പോകാതെ നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് നിത്യജീവൻ തരും. പിന്നെയും ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടും എന്നൊരു ചോദ്യം വീണ്ടും നിൽക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ 3-4 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം തന്നെ നിറയ്ക്കും. അത് നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ ആമീൻ ദൈവം നിന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിറയ്ക്കും. അതെങ്ങനെയാണത്? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെ നിറയ്ക്കുമെന്നാണ് ആമീൻ മാലാഖയുടെ പുസ്തകം 3:10 വായിക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ച്, പണം കിട്ടുവോ, ആമീൻ വീട് കിട്ടുവോ, കാർ കിട്ടുവോ, ബംഗ്ലാവ് കിട്ടുവോ എന്നൊന്നും ചോദിച്ച് നീ ദൈവസന്നിധിക്ക് വരരുത്. അതൊക്കെ താൽക്കാലികമായ ശുശ്രൂഷകളാണ്, അതൊക്കെ വയറിന്റെ ശുശ്രൂഷ, അതങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മയക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നു, യേശുവിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് കിട്ടുന്നത് നിത്യജീവനാണ്. യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെയാണ്. യേശു നീ വിശ്വസിക്കുമ്പോൾ ദൈവ മകനായ മകളായി മാറുന്ന അധികാരമാണ്, സ്വർഗരാജ്യമാണ് കിട്ടുന്നത്, സ്വർഗരാജ്യ പ്രവേശനമാണ്. മാത്രമല്ല സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ഇത് പകലനെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ നിത്യജീവനെ പ്രാപിച്ച് ഈ ലോകത്തിന് പാപസുഖം വിട്ട് മടങ്ങി വന്നാൽ കർത്താവിൽ നീ വിശ്വസിക്കുന്നുണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം അതോടുകൂടെ നിനക്ക് കിട്ടുമെന്ന് നീ വിശ്വസിക്കുന്നില്ല. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചായിട്ട്, കർത്താവേ ആത്മീയ അനുഗ്രഹത്തെ എനിക്ക് നൽകണമേ, ആ സന്തോഷം എനിക്ക് നൽകണമേ. ലോകം തരുന്ന വാഗ്ദത്തമല്ല അങ്ങ് തരുന്നത്, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ നിശ്ചയവും ഉറപ്പുമാണ്. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. സകല ജനത്തെ അവിടുത്തെ ഏൽപ്പിക്കുന്നു. കർത്താവേ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ജനത്തെ നിറച്ചനുഗ്രഹിക്കണമേ. സകല വകുത്തും എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.